അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് ചിക്കൻ ലോലിപോപ്പിൻ്റെ കൂടെയും തന്തൂരി ചിക്കൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു അടിപൊളി ചട്നി ഉണ്ടല്ലോ. എന്താ അതിൻ്റെ പേരെന്നറിയോ? ഷെസ്വാൻ ചട്നി. ആ ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെസ്വാൻ ചട്നി കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഷെസ്വാൻ സോസ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ പിരിയ മുളകാണ് എടുത്തത്. ഈ മുളക് ഞാൻ ഒരു വെള്ളത്തിൽ കഴുകി അതിലെ വെള്ളമൊക്കെ തുണി കൊണ്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ മുളകാവുമ്പോൾ തീരെ എരിവ് ഉണ്ടാവില്ല. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് ഈ മുളകിൻ്റെ കൂടെ കുറച്ച് നല്ല മെനുസുള്ള മറ്റമുളകില്ലേ, അതും കൂടി കുറച്ചെടുക്കാം കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മുളക് ഒരു പാത്രത്തിലേക്കിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ മൂടി വെക്കണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞാൽ ഗ്യാസിൽ വെച്ച് നന്നായി തിളപ്പിച്ച് ഈ മുളക് സോഫ്റ്റാക്കി എടുക്കണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളച്ചാൽ തന്നെ അത് സോഫ്റ്റായി വരും. ഇപ്പോൾ ഒരു ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ചൂടെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ ഈ മുളകിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ മുളക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയാൻ പാടില്ല. ഈ വെള്ളത്തിന് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ മുളകിനെ ഒന്ന് അരച്ചെടുക്കണം. അരക്കണമെന്ന് പറഞ്ഞാൽ നന്നായി അരയാൻ പാടില്ല. ഇതുപോലെയാണ് അരച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പിക്കിളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഓയിൽ വേണം ഇതിനും. ഓക്കെ, ഇനി ഈ ഓയിലിനകത്ത് ഒരു കപ്പ് വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരുപാട് വേണം, എന്നാൽ ഈ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അരക്കപ്പ് ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക.
ഇനി വെളുത്തുള്ളിക്ക് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ ഈ അരച്ച് വെച്ച മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. വെളുത്തുള്ളിയും മുളകും ഒക്കെ നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചപ്പോൾ ഉണ്ടായ മുളകിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. വെള്ളം ഒരുപാടായി പോവരുത്, ചട്നി അല്ലേ, അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം. ചട്നിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. രണ്ട് സ്പൂൺ വിനീഗർ ഒഴിക്കുക. രണ്ട് സ്പൂൺ സോയാ സോസും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിക്കിളിൻ്റെ മുകളിലൊക്കെ ഓയിൽ കാണുന്നില്ലേ, അതുപോലെ ഓയിൽ മുകളിൽ തെളിഞ്ഞ് കാണണം. ഓയിൽ കുറഞ്ഞു പോയാൽ പെട്ടെന്ന് കേടുവരും ഈ ചട്നി. അങ്ങനെ വരാതിരിക്കാനാണ് ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ചട്നിയുടെ മുകളിൽ ഇതുപോലെ ഓയിൽ തെളിഞ്ഞ് കാണണം. ഈ ഒരു തിക്നെസ്സിലാണ് ചട്നി കിട്ടേണ്ടത്. ഇപ്പോൾ ഷെസ്വാൻ ചട്നി റെഡിയായി.
ഈ ചട്നിയെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് ഈ ഒരു ചട്നിയാണ് കിട്ടുക. ചിക്കൻ ലോലിപോപ്പിൻ്റെ കൂടെയും തന്തൂരി ചിക്കൻ്റെ കൂടെയും ഒക്കെ. ചിക്കൻ ലോലിപോപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചട്നി. പിന്നെ ഷെസ്വാൻ റൈസ് ഉണ്ടാക്കാം ഈ ചട്നി കൊണ്ട്. ഞാൻ ഷെസ്വാൻ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.